കൊല ചെയ്യപ്പെടുന്നതും കൊല ചെയ്തതും ഒരേ പാർട്ടിക്കാരാണ്. ഇതുവരെ കേരളത്തിൽ നമ്മൾ കണ്ടത് CPM-കാർ മറ്റു പാർട്ടിക്കാരെ കൊല ചെയ്യുന്നതായിരുന്നു. എന്നാൽ ഇപ്പം പരസ്പരം കൊല ചെയ്യുന്ന രീതിയിലേക്ക് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊയിലാണ്ടിയിൽ നടന്ന കൊല. കൊലപാതകം അപലപനീയമാണ്. കൊലപാതകം ഒരിക്കലും പാടില്ലാത്തതാണ്. ആ കൊലപാതക ഭരണത്തിൽ പാർട്ടി അനുശോചിക്കുന്നുണ്ട്. പക്ഷേ ഇത് കേരളത്തിൽ വരാൻ പോകുന്ന വലിയൊരു കലാപത്തിന്റെ സൂചനയായിട്ടാണ് കോൺഗ്രസ് പാർട്ടി കാണുന്നത്. കൊയിലാണ്ടി CPM-ലാക്കാൻ നടക്കില്ല. അഭിലാഷിന്റെ പിന്നിൽ ഉന്നതരുണ്ട്. ആ ഉന്നതർ ഗുണ്ടകളാണ്. ആ ഉന്നതർ പാർട്ടിയുടെ കൊള്ളക്കാരാണ്. അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പാണ്. ഒരു സംശയവും വേണ്ട. നമസ്കാരം. കൊയിലാണ്ടിയിൽ CPM നേതാവ് സത്യനാഥനെ വെട്ടിക്കൊന്നത് CPM-കാരനായ അഭിലാഷാണെന്ന് പുറത്തു വന്നതോടെ വലിയ ദുരൂഹതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ തങ്ങൾ പറയുന്ന പ്രകാരം പ്രവർത്തിക്കാത്ത ആളുകളെ വെട്ടിക്കൊല്ലുക എന്നുള്ള സ്ഥിതിയിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രവീൺ കുമാർ, അതായത് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറയുന്നത്. പാർട്ടിക്കുള്ളിൽ വലിയ തോതിലുള്ള ആശയ സംഘടനമാണ് നടക്കുന്നത്. രണ്ട് വിഭാഗമാണ് പാർട്ടിയെ ഭരിക്കുന്നത്. ഒന്ന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ മാഫിയ സംഘം, മറുഭാഗത്ത് പാവപ്പെട്ട CPM പ്രവർത്തകർ. ഈ പാവപ്പെട്ട CPM പ്രവർത്തകരുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് സത്യനാഥൻ. യാതൊരു കുഴപ്പത്തിനും പോകുന്നതല്ല, സത്യസന്ധമായ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന ആളാണ് സത്യനാഥൻ. എന്നാൽ അഭിലാഷ് എന്ന് പറയുന്നത് അവിടുത്തെ കൊട്ടേഷൻ ടീം, മാർക്സിസ്റ്റ് പാർട്ടിയിലെ കൊട്ടേഷൻ ടീം, അതായത് പിണറായി വിജയൻ്റെ കൊട്ടേഷൻ ടീമിലെ അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടന്നതിൻ്റെ പിന്നിൽ വലിയ ദുരൂഹതകളുണ്ട്. അവിടെ ഇതുപോലുള്ള പല സംഭവങ്ങളും അടുത്ത കാലത്ത് അരങ്ങേറിയിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന അതിശക്തമായ ഈ സംഭവങ്ങളുടെ തുടർച്ചയാണ് ഈ കൊലപാതകം എന്നാണ് പറയുന്നത്. സത്യനാഥന് പല രഹസ്യങ്ങളും അറിയാമായിരുന്നു പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുള്ള തട്ടിപ്പുകളും അതേപോലെ ഭീകരമായ സംഭവങ്ങളെക്കുറിച്ച്. അത് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സത്യനാഥനെ കൊല ചെയ്തത് എന്നുകൂടി സംശയിക്കുന്നു. അതേപോലെ അഭിലാഷിനെ എന്തുകൊണ്ടാണ് എടച്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്? ഇപ്പോൾ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ടായിട്ടും കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. അഭിലാഷ് മാത്രമല്ല പ്രതിയായിട്ടുള്ളത്. അഭിലാഷിൻ്റെ കൂട്ടത്തിൽ വലിയ സംഘമുണ്ട്. അതിൽ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർക്ക് പങ്കുണ്ട്. പിണറായി വിജയൻ അടക്കമുള്ള ആളുകളാണ് അഭിലാഷിനെ ഇപ്പോൾ സംരക്ഷിക്കുന്നത്. സ്വയം അദ്ദേഹം കീഴടങ്ങി എന്ന് പറയുന്ന ഒരു നാടകം മാത്രമാണ്. കൃത്യമായി കോഴിക്കോട് ജില്ലയിലും സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ ഈ കൊലപാതകത്തിൽ വ്യക്തമായി പങ്കുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടിയിൽ വലിയ തോതിലുള്ള സംഘട്ടനം നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം എന്നുള്ള രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വ്യക്തിവൈരാഗ്യമല്ല, അതേപോലെ പാർട്ടിക്കുള്ളിൽ നിന്ന് അദ്ദേഹം പുറത്താക്കിയിട്ടില്ല. അങ്ങനെയാണ് എന്ന് പുറത്താക്കിയുള്ളത് തെളിവ് പുറത്തുവിടണമെന്നും കൂടി പ്രവീൺ കുമാർ പാർട്ടിയെ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലല്ല ഉള്ളത്, വിദേശത്താണ്. അദ്ദേഹം വന്നയുടൻ തന്നെ കൂടുതൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സത്യനാഥിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷണം സജീവമായിട്ടുണ്ടാക്കണം, കൂടുതൽ ശരിയായ വിധത്തിലുള്ള അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഈ കാര്യം ഏറ്റെടുക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട് നടന്ന സത്യനാഥിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് പ്രവീൺ കുമാർ പറഞ്ഞ കാര്യങ്ങൾ ചെറിയ ഭാഗമാണ് ആദ്യം കൂടുതൽ, പൂർണ്ണമായ ഭാഗം നമുക്ക് കേൾക്കാം. ഞാനുമായി ഇന്ന് സംസാരിച്ചുള്ള കാര്യങ്ങളാണ് പുറത്തുവിടുന്നത്. അതായത് ഇന്നലെ കോഴിക്കോട് സത്യനാഥൻ എന്ന് പറയുന്ന ഒരു CPM പ്രവർത്തകനെ, ഒരു CPM മുൻ പ്രവർത്തകൻ റിലീസ് കിട്ടി. അതൊന്ന് നമ്മൾ സംസാരിച്ച് റെക്കോർഡാണെങ്കിലേ അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കൊലപാതകത്തെ എങ്ങനെയാണ് പ്രവീൺ കുമാർ കാണുന്നത്? അതായത് ഈ കൊലപാതകത്തിന് പിന്നിൽ ഒരുപാട് ദുരൂഹതയുണ്ട്. ഇതിന്റെ അകത്ത് കൊല ചെയ്യപ്പെടുന്നതും കൊല ചെയ്തതും ഒരേ പാർട്ടിക്കാരാണ്. ഇതുവരെ കേരളത്തിൽ നമ്മൾ കണ്ടത് CPM-കാർ മറ്റു പാർട്ടിക്കാരെ കൊല ചെയ്യുന്നതായിരുന്നു. എന്നാൽ ഇപ്പം പരസ്പരം കൊല ചെയ്യുന്ന രീതിയിലേക്ക് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊയിലാണ്ടിയിൽ നടന്ന കൊല. കൊലപാതകം അപലപനീയമാണ്. കൊലപാതകം ഒരിക്കലും പാടില്ലാത്തതാണ്. ആ കൊലപാതക ഭരണത്തിൽ പാർട്ടി അനുശോചിക്കുന്നുണ്ട്. പക്ഷേ ഇത് കേരളത്തിൽ വരാൻ പോകുന്ന വലിയൊരു കലാപത്തിന്റെ സൂചനയായിട്ടാണ് കോൺഗ്രസ് പാർട്ടി കാണുന്നത്. കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പരസ്പരം വെട്ടാനും കൊല്ലാനും തുടങ്ങിയിരിക്കുന്നു. ഇതൊരു കലാപത്തിലേക്ക് കലാശിക്കുന്നു. അതുകൊണ്ട് ഈ കൊലപാതകത്തിന്റെ തന്നെ പിന്നിലുള്ളവരെ പൂർണ്ണമായും കണ്ടെത്തണം. വിദഗ്ധമായ അന്വേഷണം വേണം, നിഷ്പക്ഷമായ അന്വേഷണം വേണം. വാദിയും പ്രതിയും ഭരിക്കുന്ന പാർട്ടിയാണ്.
ഇതില് CPM പറയുന്നത് ഇയാള് മുമ്പ് ഒരു കൊല്ലം മുമ്പ് പാർട്ടിയിൽ നിന്ന് പോയ ആളാണ്, പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല അഭിലാഷിന്, വ്യക്തിവിരോധം കൊണ്ടാണ് കൊന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് പാർട്ടി പുറത്താക്കിയത്? ഉം. ഇപ്പോ അയാൾ കൊലപാതക ലക്ഷണമാണല്ലോ പറയുന്നത്. ഉം. ഇദ്ദേഹം പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പറയേണ്ടത് ഇപ്പോൾ കൊലപാതകത്തിന് ശേഷമല്ല. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് വരെ ഇദ്ദേഹം CPM-മായി ബന്ധപ്പെട്ട പരിപാടികളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ് പ്രോ CPM ആയിരുന്നു. മാത്രവുമല്ല ആന്റി കോൺഗ്രസ് ആയിരുന്നു, ആന്റി UDF ആയിരുന്നു. ഇദ്ദേഹത്തെ എപ്പോ പുറത്താക്കി? ആര് പുറത്താക്കി? സാധാരണഗതിയിൽ CPM അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഇവരുടെ ജീവനക്കാരനായതൊക്കെ ഏറ്റവും വിശ്വസ്തരാണ്. മുനിസിപ്പൽ ചെയർമാൻ ഡ്രൈവറാണ് ഇദ്ദേഹം. മാത്രമല്ല ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ദുരൂഹതകൾ നടന്നിട്ടുണ്ട് അവിടെ. ഒരു ബൈക്ക് കത്തിക്കല്, വാഴക്കൃഷി നശിപ്പിക്കല്, അങ്ങനെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര കലാപം വല്ലാണ്ട് രൂക്ഷമായ സ്ഥലമാണ് ഈ പ്രദേശം. ആ കലാപത്തിന്റെ 2 ഭാഗത്തും പാർട്ടിയുണ്ട്. ഇപ്പൊ കൊലപാതകയോട് തള്ളിപ്പെട്ട് കാര്യമില്ല. പുറത്താക്കിയെങ്കിൽ CPM പറയട്ടെ, ഈ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ഇദ്ദേഹത്തെ ഏത് പാർട്ടി യോഗത്തിൽ എന്ന് പുറത്താക്കി? ഇത് പറഞ്ഞില്ലല്ലോ. CPM-ന്റെ ഒക്കെ ബ്രാഞ്ച് കമ്മിറ്റികളെ പുറത്താക്കിയ വലിയ വാർത്തയല്ലേ? അങ്ങനെ വാർത്ത നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടോ? കൊയ്യാണ്ടിക്കാർ കണ്ടോ? കണ്ടിട്ടില്ല. ഇദ്ദേഹം ഇപ്പോഴും പാർട്ടിക്കാർ മാത്രമല്ല, ഈ കൊലപാതകത്തിന്റെ പിന്നിൽ പോലും പിന്തുണയ്ക്കുന്ന പാർട്ടിക്കാർ ഇപ്പോഴും CPM-നകത്ത് ഉണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അവരെ കണ്ടെത്തണം. അതായത് പാർട്ടിക്കുള്ളിൽ ഒരു ഗുണ്ടാ മാഫിയ സംഘം ഭരിക്കുന്നു, പാവപ്പെട്ട യഥാർത്ഥ പാർട്ടി പ്രവർത്തകരെ കൊല്ലുന്നു എന്നുള്ള രൂപത്തിലാണോ പ്രവീൺ കുമാർ കരുതുന്നത്? അത് തന്നെയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി കോൺഗ്രസും ലീഗും ഉൾപ്പെടുന്ന കോൺഗ്രസ് UDF-കാരോട് CPM കാണിച്ചിരുന്ന അക്രമ രാഷ്ട്രീയ സ്വഭാവമുണ്ട്. ആ അക്രമ രാഷ്ട്രീയ സ്വഭാവം ഇപ്പോൾ ആ അക്രമ രാഷ്ട്രീയത്തിന് അനുകൂലിക്കാത്ത പാർട്ടിക്കാരോടും പാർട്ടി കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. കൊല ചെയ്യപ്പെട്ട സത്യൻ പൊതുസമൂഹത്തിൽ അത്യാവശ്യം നല്ല പേരുള്ള അപൂർവം കമ്മ്യൂണിസ്റ്റ് ഒരാളാണ്. അദ്ദേഹം ആയിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറിയാം. കാരണം നമ്മൾ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും കള്ളന്മാരാണെന്നും കൊലയാളികളാണെന്നും അക്രമം നമ്മൾ ഒരിക്കലും പറയാറില്ല. എന്റെയൊക്കെ പ്രശ്നത്തെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ലവരെന്ന് പറയുന്നത് ആ നല്ലവരുടെ കൂട്ടത്തിൽപ്പെട്ടവരുടെ സത്യൻ. അപ്പം പാർട്ടിയുടെ മുമ്പിൽ എതിർ പാർട്ടിക്കാർക്ക് മാത്രമല്ല ഈ ഗുണ്ടായുസത്തിനും അക്രമത്തിനും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കാത്ത സ്വന്തം പാർട്ടിക്കാർക്കും രക്ഷയില്ല എന്നുള്ള സന്ദേശമാണ് ഈ കൊല. അതായത് പാർട്ടിക്കുള്ളിൽ പിണറായി വിജയന്റെ ഒരു ഗുണ്ടാ മാഫിയ സംഘവും സാധാരണ സത്യസന്ധരായ പാർട്ടി പ്രവർത്തകർ എന്ന് പറയുന്നത് 2 വിഭാഗമായിട്ട് തരംതിരിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. പാർട്ടി CPM-ൽ ഇപ്പോൾ നടക്കുന്ന വലിയൊരു ആഭ്യന്തര യുദ്ധമാണ്. അതിൽ ഒരു ഭാഗത്ത് കൊലയും അക്രമവും അഴിമതിയും കൈത്തൊഴിലാക്കിയ അടക്കി ഭരിക്കുന്നു എന്ന് പറയപ്പെടുന്ന പിണറായി വിജയന്റെ ഒരു ടീം ഒരു ഭാഗത്ത്, അതിനെ എതിർക്കുന്ന ശാന്തരായ നല്ല ടീം. പക്ഷെ ആ നല്ല ടീം സംഘടിതരല്ല. പക്ഷെ അവർ ആ പാർട്ടിക്കകത്ത് അസംഘടിത ഭൂരിപക്ഷമാണ്. പക്ഷെ ആ അസംഘടിത ഭൂരിപക്ഷം നല്ലവരുടെ വിഭാഗമാണ്. പക്ഷെ അതിനെ ഭരിക്കുന്നത് ഈ അക്രമികളായ ഗുണ്ടകളായ കൊലയാളികളായ അഴിമതിക്കാരായ സംഘടിത ന്യൂനപക്ഷമാണ്. CPM-നകത്ത് നല്ലവരായ അസംഘടിത ഭൂരിപക്ഷവും സംഘടിതരായ അക്രമികളും ഗുണ്ടകളുമായ സംഘടിത ന്യൂനപക്ഷവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ ഒരു കാരണവശാലും നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇനി പാർട്ടിയിൽ രക്ഷയില്ല എന്നതിന് തെളിവുകൂടിയാണ് ഈ കൊലപാതകം. ഇതിപ്പം നമ്മൾ TP ചന്ദ്രശേഖരൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം പുറത്തു വന്നിരുന്നല്ലോ. അപ്പം അതേപോലെയുള്ള ഒരു സംഘടിതമായ ഗുണ്ടാ സംഘം ആണ് പാർട്ടിയെ ഭരിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അന്നേരം അതായത് കേരള ഹൈക്കോടതി വരെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ബന്ധമില്ല എന്നായിരുന്നു ഇവിടെ CPM-കാർ നാട് മുഴുവൻ പറഞ്ഞു നടന്നത്. പക്ഷെ കേരള ഹൈക്കോടതി വരെ ഈ കോടതി വിട്ടയച്ച 2 പാർട്ടി സഖാക്കൾക്ക് വരെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടറി രക്ഷപ്പെടുത്തുന്നത് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രമാണ്. അല്ലാതെ അദ്ദേഹം കുറ്റകൃത്യമെന്നൊരു കോടതി പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല CPM-ന്റെ ജില്ലാ സെക്രട്ടറി അന്ന് ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അടുത്ത് ശിക്ഷിക്കപ്പെടാൻ പോകുന്നതും കുറ്റക്കാരനാവാൻ പോകുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ അറിയാതെ ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടില്ല എന്ന് അക്ഷരാഭ്യാസമുള്ള ഏതൊരു പൊതുപ്രവർത്തകനും മാധ്യമ സുഹൃത്തുക്കൾക്കും ഉദ്യോഗസ്ഥർക്കും കേരളത്തിൽ അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മുടെ നിയമം തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നിയമം, തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണല്ലോ ശിക്ഷ നടപ്പാക്കുക. അവിടെ വന്ന ഒരു ആനുകൂല്യം കൊണ്ട് മാത്രം മോഹനന്മാർ രക്ഷപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് പിണറായി മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ഏതായാലും ആ പാർട്ടിയിലെ ഈ സംഘം
കൊലപാതകികളും ആണ് എന്ന് കോടതി തന്നെ വിധി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊള്ളക്കാരും അഴിമതി കണ്ടവരും അവരുടെ തെളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംഘത്തിന്റെ കയ്യിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കാൻ പാർട്ടിക്കകത്തുള്ള നല്ല ആളുകൾ തയ്യാറാവണമെന്നാണ് എനിക്ക് അവിടെ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇന്നൊരു വേറൊരു കാര്യം കൂടെ താങ്കളുടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എടച്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിലെ ദുരൂഹത എന്താണ്? 100% ദുരൂഹതയുണ്ട്. കാരണം കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ അടുത്ത പോലീസ് സ്റ്റേഷൻ ഏതൊക്കെയാ? 1 ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ, 2 മാത്യൂർ പോലീസ് സ്റ്റേഷൻ, 3 പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ, 4 പയ്യോളിശ്ശേരി പോലീസ് സ്റ്റേഷൻ. ഇവിടെ അയലത്തൂർ ഇവിടെ ഒന്നും കൊണ്ടുവരാതെ 4-5 പോലീസ് സ്റ്റേഷനുകൾക്ക് അപ്പുറത്തുള്ള എടച്ചേരി കൊണ്ടുപോയി തന്നെ കേസ് പാർട്ടിക്ക് പ്രശ്നങ്ങൾ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഞാൻ ഇന്ന് സംഭവം പഠിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ പ്രസ്താവന ഇറക്കിയത്. ഇതേക്കുറിച്ച് പാർട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കോൺഗ്രസ് പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. അത് വ്യക്തമായി വിവരം കിട്ടിയാൽ വരും ദിവസങ്ങളിൽ അത് പാർട്ടി പുറത്തുവിടുകയും ചെയ്യും. ഈ അഭിലാഷ് മാത്രമാണ് കൊലപാതകത്തിൽ നിന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്ങനെ? അഭിലാഷ് മാത്രമാണ് കൊലയാളി എന്ന്? ഒരിക്കലുമല്ല. കൊയിലാണ്ടിയിലെ CPM, ഞാൻ കൊയിലാണ്ടിക്കാരനാണ്. കൊയിലാണ്ടി CPM അങ്ങനെ നടക്കില്ല. അഭിലാഷിന്റെ പിന്നിൽ ഉന്നതരുണ്ട്. ആ ഉന്നതർ ഗുണ്ടകളാണ്. ആ ഉന്നതർ പാർട്ടിയിലെ കൊള്ളക്കാരാണ്. അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പാണ്. ഒരു സംശയവും വേണ്ട, അല്ലാതെ നടക്കില്ലത്.